നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇലയില്ലാതെ അട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സാധാരണ ഇല വെച്ചിട്ടാണ് എല്ലാവരും അട ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് എനിക്കിവിടെ വിശാഖപട്ടണത്തെ ഇല കിട്ടുന്നത് വളരെ കുറവാണ്. കിട്ടാറുണ്ട്, പക്ഷേ വളരെ കുറവാണ്. അതുകൊണ്ട് ഇല ഇല്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടിയിൽ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കുകയാണ്. നമ്മളെ ചപ്പാത്തീൻ്റെ മാവ് ആ രീതിയിലല്ല, അതിനും കൂടി കുറച്ചും കൂടി ലൂസായിട്ട് നല്ല വെള്ളം പോലും ആവാതെ ഇടയിലുള്ള ഒരു രീതിയിലാണ്. അപ്പം നമുക്ക് നല്ലതുപോലെ ഈ തേങ്ങയിലും ശർക്കരയിലും ഒക്കെ ഒന്ന് ചേർന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം പോലെ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം ഒരു 5-10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം മാവ് ഏകദേശം നമ്മളത് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പം സാധാരണ അത് ഇലയിൽ ചുടുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും നമ്മുടെ ഒരു അറിയാമല്ലോ, നമ്മുടെ വാഴയിലയിൽ ചുട്ടെടുക്കുന്ന ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ വാഴയില ഇല്ലാത്തവർക്കും ഉണ്ടാക്കാമെന്നുള്ള ഒരു രീതിയിലാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കുറവും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കാം. പിന്നെ നമുക്കിതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങയാണ്. തേങ്ങയ്ക്ക് ശേഷം നമുക്ക് കുറച്ച് ശർക്കരയും, അത് രണ്ടും കൂടി മിക്സ് ചെയ്യാണ്. വേണമെങ്കിൽ ഇതൊക്കെ നെയ്യിലൊക്കെ ഇട്ട് വറുത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാധാരണ ചുട്ടെടുക്കുന്നതായതുകൊണ്ട് ഞാനിത് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഒരു ഇത്തിരി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്തിരി ഏലക്കായ പൊടിച്ചിട്ടൊന്നും ഇടുന്നില്ല, ഡയറക്റ്റാണ് ഇടുന്നത്. അതും കൂടി എടുത്ത് ഇളക്കി എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയില ഇല്ലാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ബട്ടർ പേപ്പറാണ് എടുക്കുന്നത്. ബട്ടർ പേപ്പറിൽ നമ്മൾ ഈ മാവ് എടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു റൗണ്ട് വട്ടത്തിൽ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ്. എത്രയും നീർമയാക്കി എടുക്കാൻ പറ്റുമോ അത്രയും നീർമയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റും കാര്യങ്ങളും കുറച്ചും കൂടിയും കിട്ടും. മാക്സിമം ഇതിൻ്റെ കട്ടി കുറഞ്ഞ് ആയുള്ള രീതിയിൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് തോന്നും. പിന്നെ എപ്പോഴും എടുക്കുമ്പോൾ മാവ് കനം കുറഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കട്ടി കൂടി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടുതൽ നേരം നമ്മൾ ചട്ടിയിലിട്ട് വേവിക്കേണ്ടി വരും, അതോ കുഴപ്പമുണ്ടാവുള്ളൂ. അപ്പം ഇതൊരു ഏകദേശം ഒരു സർക്കിൾ ആയി കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും സാധനങ്ങളും ഇട്ട് കറക്റ്റാക്കി മടക്കി മാറ്റി വെക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് 2 അടയേ ഉണ്ടാക്കുന്നുള്ളൂ. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ്, എൻ്റെ പരീക്ഷണം അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് മടക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അട പാക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് രണ്ടും നമുക്ക് ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി ആണ് എടുക്കുന്നത്. സാധാരണ അടയും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കുന്ന ചട്ടിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നോക്കി വേവിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ചട്ടി കൂടുതൽ ചൂടാവുകയാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചൂട് അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. കാരണം മൺചട്ടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ ചൂടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ, നല്ല മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് അട റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ബട്ടർ പേപ്പർ കരിയുന്നതും കളറ് മാറുന്നതൊന്നും നോക്കണ്ട, കാരണം നമ്മുടെ ഉള്ളിലേക്ക് അതിന് ഒരു കുഴപ്പവും വരില്ല. പിന്നെ കറുത്ത കളർ കൂടുതൽ വരുന്നത് നമ്മുടെ ശർക്കരയിൽ നിന്നുള്ള ഒലിച്ചിറങ്ങുന്ന നീര് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അട ഫസ്റ്റ് 2 അട പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ അട റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം ആട്ടപ്പൊടി ആയതുകൊണ്ട് ആ ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉറപ്പ് കൂടുതലായിട്ട് വരും. അപ്പം ചൂടോടെ നമുക്ക് അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.